എൻ പ്രിയൻ വലങ്കാരത്തിൽ പിടിച്ചെന്നെ നടത്തിടുന്നു ദിനം തോറും. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. സന്തോഷവേളയിൽ സന്താപവേളയിൽ എന്നെ കൈവിടാതെ അനന്യനായി. പതറുകയില്ല ഞാൻ, പതറുകയില്ല ഞാൻ, പ്രതികൂലമനവധി വന്നിടിലും. വീഴുകയില്ല ഞാൻ, വീഴുകയില്ല ഞാൻ, പ്രലോഭനമനവധി വന്നിടിലും. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. എൻ കാന്തൻ കാത്തിടും, എൻ പ്രിയൻ പോറ്റിടും, എൻ നാഥൻ നടത്തിടും അന്ത്യം വരെ. ഹല്ലേലൂയ. നന്ദി പിതാവേ, സ്തുതിക്കുന്ന കർത്താവേ, സ്തോത്രം ചെയ്യുന്നു. സ്നേഹവാനായ ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, അതിമനോഹരമായ ഒരു രാത്രികാലം ഞങ്ങളെ കാത്തു സൂക്ഷിച്ച് പരിപാലിച്ചു. അല്പസമയം കിടന്നുറങ്ങുവാനും ശാന്തതയോടെ എഴുന്നേൽപ്പാനും അപ്പൻ്റെ പാദപിടം ചേർന്നായിരിക്കാനും സഹായിച്ചു തോർത്ത് നന്ദി പറയട്ടെ, സ്തോത്രം ചെയ്യട്ടെ കർത്താവേ. ഈ നല്ല പ്രഭാതത്തിനായിട്ട് നന്ദി പറയുക. അപ്പം ഇന്ന് പകൽക്കാലം ജീവിപ്പാൻ ആവശ്യമാർന്ന ദൈവകൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് ആവശ്യമാണ്. അപ്പൻ്റെ പാദപിടത്തിലിരിക്കുകയാ കർത്താവേ. ഇന്ന് പകൽക്കാലം അടിയങ്ങളെ അനുഗ്രഹിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയെ ചോദിച്ച പ്രിയ മക്കളുണ്ട്. ഈ പ്രാർത്ഥനാ ശബ്ദം ശ്രവിക്കുന്ന ഓരോ മക്കളുമുണ്ട്. ഓരോ പ്രിയ മക്കളെയും ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നപ്പാ, അവിടുന്ന് സഹായിക്കണമേ, അനുഗ്രഹിക്കണമേ, കൃപയിൽ പൊതിയണമേ, കൂടെ ഇരിക്കണമേ. ഞങ്ങളുടെ എല്ലാ യാത്രകളിലും കൂടെ ഇരിക്കണമേ കർത്താവേ. ഞങ്ങളുടെ വാഹനങ്ങളെയൊക്കെ രക്തത്താൽ മുദ്രയിടുമാറാകണമേ. വരാമായിരിക്കുന്ന ആപത്തിൽ നിന്നും അപകടത്തിൽ നിന്നും രോഗദുഃഖാദികളിൽ നിന്നും പകർച്ചബാധകളിൽ നിന്നും ഞങ്ങളെ വിടുവിക്കുമാറാകണം. ഞങ്ങൾക്ക് വേണ്ടുന്ന ഭക്ഷണം, വസ്ത്രം, ആരോഗ്യം, ബലം എല്ലാം അവിടുത്തെ പക്കല ദാനമായി തന്ന് ഞങ്ങളെ പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നുവരെ അത്ഭുത അതിശയമായി ഞങ്ങളെ നടത്തി ഞങ്ങളുടെ ദൈവത്തിന് കൊടാനുകൂടി സ്തോത്രം, സ്തോത്രം, സ്തോത്രം കർത്താവേ. നന്ദി കർത്താവേ. വീണ്ടും ഞങ്ങളെ കരുതുവാൻ സർവ്വശക്തനാകിയാൽ ബലമുള്ള കരങ്ങളിലോട്ട് ഞങ്ങളെ താഴ്ത്തി സമർപ്പിക്കുകയാണ്. കർത്താവ് ഞങ്ങളുടെ കുടുംബത്തെ തൃക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. ഞങ്ങളുടെ ജീവിത പങ്കാളി, ദാനമായി തന്ന ആണും പെണ്ണുമായ മക്കൾ, അവരുടെ വിദ്യാഭ്യാസം, അവരുടെ കുടുംബജീവിതം, അവരുടെ ഭാവി കർത്താവെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണം, അവരുടെ വിദ്യാഭ്യാസത്തെ മാനിക്കണമേ. ജയം തന്ന കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം ചെയ്യുന്നു. വീണ്ടും അഡ്മിഷൻ കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് അവരാഗ്രഹിച്ച കർത്താവെ ആ സബ്ജക്റ്റിന്മേലൊക്കെയും അഡ്മിഷൻ നൽകി സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവെ, റിസൾട്ട് കാത്തിരിക്കുന്ന കുഞ്ഞുങ്ങളുണ്ട്. നല്ല ജയം കൊടുത്ത് മാനിക്കേണ്ടതിനായും പ്രാർത്ഥിക്കുന്നു. വീണ്ടും പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഞങ്ങളുടെ കുഞ്ഞുങ്ങളുണ്ട്. OIT IELTS പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, ജർമ്മൻ പഠിക്കുന്ന മക്കളെ, നീറ്റിൻ്റെ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർ കർത്താവെ ഞങ്ങളവരെ ഏൽപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, BS നഴ്സിങ്ങിനും എഞ്ചിനീയറിങ്ങിനും പഠിക്കുന്നവർ, മെഡിസിന് പഠിക്കുന്ന കുഞ്ഞുങ്ങൾ, മറ്റ് വിവിധ കോഴ്സുകളിലായിരിക്കുന്ന ഞങ്ങളുടെ ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. നാടും വീടും വിട്ട് മാതാപിതാക്കളെയൊക്കെ വിട്ട് വിദുരിതകളിലൊക്കെ ആയിരിക്കുന്ന ഇടങ്ങളിൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ കൺമണി പോലെ സൂക്ഷിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശത്രു അവരെ കാണല്ലേ, ദുഷ്ടപിശാചവരെ തുടരുതേ, അരുതാത്തതിൽ നിന്നും അകപ്പെട്ടുവാൻ അനുവദിക്കല്ലേ അപ്പാ. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഭയഭക്തിയോടെ ദൈവസ്നേഹത്തിലും ദൈവകൃപയിലുമായിരിക്കാൻ ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്നു. വേണ്ടുന്നതെല്ലാം കൊടുത്ത് പോഷിപ്പിക്കണമേ. എൻ്റെ കർത്താവ് ജോലി ചെയ്യുന്ന മക്കളെ സഹായിക്കണമേ. ആരോഗ്യം ബലവും കൊടുത്ത് കണ്ണിൻ്റെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച് നല്ല പ്രതിഫലം നൽകി മാനിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. ദൈവമായ കർത്താവേ, കുടുംബജീവിതത്തിലായിരിക്കുന്ന കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണേ. ദൈവകൃപയോടും സ്നേഹത്തോടും ജീവിപ്പാൻ ഇടയാക്കണമേ. ഞങ്ങളുടെ കൊച്ചു തലമുറകളെ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന ദൈവകൃപയിൽ വളരുവാൻ സഹായിക്കണമേ. എൻ്റെ കർത്താവ് ഈ സമയം ജോലിയില്ലാതെ ഭാരപ്പെടുന്ന കുഞ്ഞുങ്ങളെ സമർപ്പിക്കുന്ന വിജയമാർഗത്തിൻ്റെ വഴികളെ തുറന്നു കൊടുക്കണമേ. വിവാഹപ്രായമായ മക്കളെ സമർപ്പിക്കുന്ന സ്വർഗത്തിലെ ദൈവം തക്ക തുണയായിരിക്കും ഞങ്ങളുടെ കുഞ്ഞുങ്ങളുടെ വിവാഹം നടക്കുവാൻ സഹായിക്കണമേ. ദൈവമായ കർത്താവേ, ഈ സമയം ഹല്ലേലൂയ ഗർഭിണികളായിരിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന മാസം ദൈവവളം കൂടിയിരുന്ന ഊനമില്ലാത്ത കുഞ്ഞുങ്ങളെ കൊടുത്ത് സഹായിക്കണമേ. തലമുറകളില്ലാതെ ഭാരപ്പെടുന്ന ദമ്പതിമാരെ സമർപ്പിക്കുന്നപ്പാ തലമുറകളെ നൽകി അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഭവനമില്ലാത്ത മക്കളുണ്ട്, ഭവനം പണിയുന്നവരുണ്ട്. കർത്താവെ, പാർക്കുവാനൊരു ഭവനം അവർക്ക് കൊടുക്കണമേ. ഭവനം പണിയുന്ന മക്കളുടെ ഭവനത്തിൻ്റെ പണി പൂർത്തീകരിച്ചതിൽ പാർക്കാൻ ഭാഗ്യമൊരുക്കണമേ. എല്ലാം കർത്താവ് ഏറ്റെടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു.
ദൈവമായ കർത്താവെ, മദ്യത്തിലും മയക്കുമരുന്നിലും കഴിയുന്ന ജീവിതങ്ങളെ സമർപ്പിക്കുന്ന മാനസാന്തരം നൽകണേപ്പാ. എൻ്റെ കർത്താവെ, കടഭാരമുള്ള മക്കളെ സമർപ്പിക്കുന്നവരുടെ ബുദ്ധിമുട്ട് പൂർണ്ണമായും തീർത്തു കൊടുക്കാൻ കഴിവുള്ളപ്പാ. അവരെ സഹായിക്കണമേ എന്നടിയനങ്ങിയോട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ അനാഥരെയും വിധവകളെയും ഓർക്കുന്നു. എൻ്റെ ദൈവം സംരക്ഷിക്കുന്ന ദൈവമാകിയാൽ സ്തോത്രം. ഞങ്ങളുടെ യുവതിവാക്കന്മാരെ സമർപ്പിക്കുന്നു, ഞങ്ങളുടെ വൈദങ്ങളെ സമർപ്പിക്കുന്നു, വാർദ്ധക്യത്തിലായിരിക്കുന്ന മാതാപിതാക്കളെ ഓർക്കുന്നു. എൻ്റെ സ്വർഗത്തിലെ ദൈവം എല്ലാ മക്കളെയും സംരക്ഷിക്കണമേ, സഹായിച്ച് സൂക്ഷിക്കണമേ, കൃപയിലങ്ങ് പൊതിഞ്ഞ് നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. അപ്പോൾ ഞങ്ങളുടെ ഉപജീവനമാർഗത്തെ എല്ലാം കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണേ, വാഴ്ത്തി അനുഗ്രഹിക്കണമേ. ബിസിനസ് ചെയ്യുന്ന മക്കളെ അനുഗ്രഹിക്കണേ. ചെറുതും വലുതുമായ ബിസിനസ്സിലായിരിക്കുന്ന ഓരോ മക്കളെയും കഷ്ടനഷ്ടം കൂടാതെ വേണ്ടുന്നത് ദിനംതോറും കൊടുത്ത് പോഷിപ്പിച്ച് കർത്താവ് പുലർത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. സ്തോത്രം 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 കർത്താവേ. ഹാലേ ലുയ്യ. ആവശ്യങ്ങളെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് എല്ലാ മക്കളെയും സഹായിച്ചാട്ട് കർത്താവേ. ഹാലേ ലുയ്യ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. സമാധാനവും സന്തോഷവും സൗഖ്യം നിന്ന് ഓരോ മക്കളെ സൂക്ഷിക്കുമാറാകണമേ. ഹാലേ ലുയ്യ. ദൈവത്തിന് സ്തോത്രം കർത്താവേ. ഞങ്ങളായിരിക്കുന്ന ദേശത്തെ അനുഗ്രഹിക്കണമേ, ഞങ്ങൾ പാർക്കുന്ന ഭവനത്തെ അനുഗ്രഹിക്കണമേ കർത്താവേ. അപ്പാ സ്തോത്രം സ്തോത്രം. ഹാലേ ഞങ്ങൾക്ക് തന്ന മഴയ്ക്കായി സ്തോത്രം സ്തോത്രം കർത്താവേ. ഹാലേ ലുയ്യ കർത്താവേ. കഷ്ടങ്ങളിൽ നിന്ന് നഷ്ടങ്ങളിൽ നിന്നൊക്കെ ഞങ്ങളെ വീണ്ടെടുത്തുകൊള്ളുമാറാകണമേ. പ്രതിക്ഷോഭത്തിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കുമാറാകണമേ കർത്താവേ. ജലപ്രളയത്തിൽ നിന്ന് വിടുവിക്കുമാറാകണേ എന്ന് പ്രാർത്ഥിക്കുന്നപ്പാ. ഞങ്ങളുടെ ദേശങ്ങളോട് രാജ്യങ്ങളോടൊക്കെ മനസ്സലിവ് കാണിക്കണമേ. യുദ്ധങ്ങളിൽ നിന്ന്, ക്ഷാമങ്ങളിൽ നിന്ന്, ഭൂകമ്പങ്ങളിൽ നിന്ന്, മഹാമാരിയിൽ ജലപ്രളയത്തിൽ വിടുവിച്ച ദൈവമേ, വീണ്ടും ഞങ്ങളെ സൂക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഹാലേലുയ ഞങ്ങളുടെ സകല പ്രാർത്ഥനാ വിഷയത്തെയും അങ്ങയുടെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. പുതുവയസ്സിൽ പ്രവേശിച്ച മക്കൾക്കായി സ്തോത്രം. കുടുംബജീവിതത്തിൽ പുതുവർഷക്കാലം പ്രവേശിച്ച മക്കൾക്കായിട്ട് നന്ദി. പുതിയ നന്മയും അനുഗ്രഹം ഓരോ മക്കൾക്കും നൽകി സഹായിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുന്നു. യാത്ര ചെയ്യുന്ന ഓരോ മക്കളെയും പേരുപേരായി സമർപ്പിക്കട്ടെ കർത്താവേ. എല്ലാ യാത്രകളിലും കൂടെയിരിക്കണമേ. സമാധാനത്തിലും സൗഖ്യത്തിലും നിശ്ചിതസ്ഥാനത്ത് എത്തിച്ചേരാൻ സ്വർഗ്ഗം സഹായിക്കണമേ. കരയിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കൂടെയിരിക്കണമേ. ആകാശത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കൂടെയിരിക്കണമേ. വെള്ളത്തിൽ കൂടി യാത്ര ചെയ്യുമ്പോൾ കൂടെ ഇരിക്കണേപ്പാ. ആപത്തരത്തിൽ നല്ല മക്കളെ വിടുവിക്കുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ, ഈ സമയം ഞങ്ങളുടെ രോഗികളെല്ലാം സമ്പൂർണ്ണമായി സമർപ്പിക്കുന്നു. ആശുപത്രിയിലും ഭവനങ്ങളിലും ആയിരിക്കുന്നവരുണ്ട് കർത്താവേ. എൻ്റെ കർത്താവേ, ആശുപത്രി മുറികളിൽ ICUയിലും CCUയിലും വെൻറ്റിലേറ്ററിലും കഴിയുന്നവരുണ്ട്. ഓപ്പറേഷൻ കഴിഞ്ഞ് വിശ്രമിക്കുന്നവരുണ്ട്. ഓപ്പറേഷന് തയ്യാറാകുന്ന മക്കളുണ്ട്. ഡെലിവറി റൂമിലായിരിക്കുന്ന മക്കളുണ്ട് കർത്താവേ. ഹല്ലേലൂയ കർത്താവേ. അപ്പാ നിൻ്റെ പൊന്നുകരം നീട്ടണമേ, സഹായിക്കണേ, സൗഖ്യപ്പെടുത്തണമേ കർത്താവേ. കിടക്കയിലായിരിക്കുന്ന തളർവാദ രോഗികളുണ്ട് കർത്താവേ. അപ്പോൾ നീ ഇവരെ സഹായിക്കണമേ. അവരുടെ കൈകാലുകൾക്ക് ചലനം കൊടുക്കണമേ കർത്താവേ. സ്വന്തം കാര്യം ചെയ്തെടുക്കുവാൻ അവരെ ഒന്ന് ബലപ്പെടുത്തി ശക്തീകരിക്കണമേ കർത്താവേ. അങ്ങേക്ക് കഴിയാത്ത ഒരു കാര്യമില്ലല്ലപ്പാ. അങ്ങൊന്ന് തൊട്ടാൽ മതി, അവിടുന്ന് ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അഖിലെ അതിലെ സുഗന്ധ കൊഴുവുമായി കടന്നു വരണേപ്പാ. ഉച്ച മുതൽ പാദം വരെ ഒന്ന് തലോടുമാറാകണമെന്നും പ്രാർത്ഥിക്കുകയാണ്. ക്യാൻസർ രോഗികൾ, കിഡ്നി രോഗികൾ, ഹാർട്ടിന് കുഴപ്പമുള്ളവർ, ലിവറിന് കുഴപ്പമുള്ളവർ, മഞ്ഞപ്പിത്തത്തിൻ്റെ രോഗത്താൽ ഭാരപ്പെടുന്നവർ കർത്താവേ. ഹാലേലൂയ കർത്താവേ. തലയ്ക്കകത്ത വേദനയാൽ ഭാരമുള്ളവർ, ചുമയാല പനിയാല വിമിഷ്ടത്താൽ ഭാരപ്പെടുന്നവർ, കാഴ്ചയും കേൾവിയുമില്ലാത്തവർ, ഓർമ്മയില്ലാത്തവർ, ബുദ്ധിയില്ലാത്തവർ, മാനസികമായ വിഭ്രാന്തിയിൽ കൂടി കടന്നു പോകുന്നവർ, എൻ്റെ ദൈവമേ, അധികദിനമായ വേദനകളിൽ കൂടി നീർക്കെട്ടിൽ കൂടി ഹാലിലെ ശരീരം കടന്നു പോകുന്ന കർത്താവേ. ഹാലലി സഹിക്കവയ്യാത്ത വേദനയിൽ കഴിഞ്ഞു പോകുന്നവരെ കർത്താവ് സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവമായ കർത്താവേ. ഹാലലൂയ അങ്ങൊന്ന് തൊടുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഉദരസംബന്ധമായ രോഗമുള്ളവരുണ്ട് കർത്താവേ. ബ്ലീഡിങ് ഉള്ളവരുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ സ്വർഗത്തിലെ ദൈവമേ, സൗഖ്യപ്പെടുത്തണമേ, സൗഖ്യപ്പെടുത്തണമേ. പൊന്നുകരം നീട്ടണമേ, പൊന്നുകരം നീട്ടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. സ്തോത്രം സ്തോത്രം. മുട്ടിൻ്റെ വേദനയും നടുവിൻ്റെ വേദനയും ഉള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം. അപ്പോൾ സൗഖ്യപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അലർജിയുടെ രോഗമുള്ളവരുണ്ട് കർത്താവേ. അപ്പോൾ നീ അവിടുന്ന് സൗഖ്യമാക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ. എല്ലാ രോഗികൾക്കും നല്ല വൈദ്യനായ അപ്പൻ്റെ പാദപീഠത്തിൽ ഓരോ മക്കളെയും സമർപ്പിക്കുകയാണ്. അവിടുന്ന് സഹായിക്കുകയും സൗഖ്യപ്പെടുത്തുകയും ചെയ്യണമേ. തൈറോയിഡിൻ്റെ രോഗമുള്ളവരുണ്ട് കർത്താവേ. സ്തോത്രം സ്തോത്രം കർത്താവേ. ഉറക്കമില്ലാത്ത ജീവിതങ്ങളുണ്ട് കർത്താവേ. ഹല്ലേലൂയ. എൻ്റെ കർത്താവേ, നീ അവിടുന്ന് സൗഖ്യപ്പെടുത്തണമേ, സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. അങ്ങനെ എല്ലാ പ്രാർത്ഥനാ വിഷയത്തെയും അപ്പൻ്റെ പാദപീഠത്തിൽ ഏൽപ്പിക്കുന്നു. വേർപാടിൻ്റെ ദുഃഖം അനുഭവിക്കുന്നവരെ സമർപ്പിക്കുന്നു. ആശ്വാസത്തിൻ്റെ കരം നീട്ടി സമാധാനത്തോടെ കാത്തോണേ കർത്താവേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. അങ്ങനെ ഓരോ പ്രാർത്ഥനാ വിഷയത്തെയും തമ്പുരാൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുകയാണ്. സ്വർഗ്ഗം ഞങ്ങളെ സഹായിക്കണം, നിശ്ചയമായും മാനിക്കും, അനുഗ്രഹിക്കും, എല്ലാ നന്മകളാലും നടത്തും. മഹത്വം അവിടുന്ന് എടുക്കണം. പ്രാർത്ഥനയെ കേട്ടതോർത്ത് നന്ദി. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ. ആമേൻ 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 ആമേൻ. സ്തോത്രം.